അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല എന്താ കൈരളി ചർച്ച നടത്തുന്നത്. അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കൈരളി എന്താ ചർച്ച നടത്താത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എന്തോ ചോദ്യം, എന്ത് മറുപടി? ഇ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. ശരി, നിങ്ങൾ ക്രോസ് വെക്ക്. നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു അസംബന്ധ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച വെക്ക്. നിങ്ങൾ വെക്ക്. ഇ പി ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. ഇ പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു 10-16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരട്ടിട്ടില്ല. പിന്നല്ലേ 10-18 വയസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10-18 വർഷമായിട്ട്. അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. വരട്ടണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടിയില്ല. എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ അല്ല, ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂടെ നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? അല്ലല്ല, ഞാൻ തീർക്കട്ടെ. ചെറ്റത്തരം നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ. ഞാൻ അങ്ങയുടെ ചെറ്റത്തരം എന്ന് പറഞ്ഞോ? അങ്ങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ത് പ്രകോപനം ഞാൻ ഉണ്ടാക്കിയത്? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരട്ടലൊക്കെ 8 മടക്കി കൈ വെച്ചാൽ മതി. പത്തനംതിട്ടയിൽ വലിയ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDF ഉണ്ടാകും. അതായത് ഒരു ആശങ്കയും വേണ്ട. ഞാൻ പറയുന്നത് എല്ലാ കാലത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് വേറൊരു കാരണം ഞാൻ പറയാം. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് എന്റെ 2 റീഡിംഗ് ഞാൻ പറയാം. ഒന്ന്, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് ക്ലീൻ ലിസ്റ്റായിരുന്നു. മരണപ്പെട്ടവരുടെയും നാട്ടിലില്ലാത്തവരുടെയും ലിസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളൊരു ക്ലീൻ ലിസ്റ്റായിരുന്നു 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പം ലിസ്റ്റ് ക്ലീൻ അല്ല. അതിന് പല അജണ്ടകൾ ഉണ്ടാകാം. ലിസ്റ്റ് ക്ലീൻ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകളുടെ എണ്ണം, ജീവനോടെയോ നാട്ടിലോ ഉള്ള ആളുകളുടെ എണ്ണം ആനുപാതികമായിട്ടുള്ള വോട്ടർ പട്ടികയല്ല ഒന്നും വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം, ഒരു CPM അനുഭാവിയായ ഒരാൾ, പ്രവർത്തകനല്ല ഞാൻ പറയുന്നത്, CPM അനുഭാവി, CPM വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളില്ല. 7 വർഷക്കാലമായി, ഇപ്പം ഞാൻ വടകരയുടെ ചുമതലക്കാരനായിരുന്നു, അവിടേക്ക് എത്രയോ CPM പ്രവർത്തകർ നമ്മളെ വന്ന് കണ്ടിട്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെ വന്ന് കണ്ടിട്ട് സർക്കാരിനെതിരായിട്ടുള്ള വിരക്തി, എതിരഭിപ്രായം നമ്മളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് UDF വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു കാരണം പോലും ഇതിൻ്റെ അനുഭാവികൾക്കില്ല. സ്വാഭാവികമായും പ്രതിപക്ഷത്ത് 10 വർഷമായി കേന്ദ്രത്തിലും 7 വർഷമായി കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിൻ്റെതായ അമർഷവും എതിർപ്പും 2 സർക്കാരുകളോടും UDF പ്രവർത്തകർക്കുള്ളത് കൊണ്ട് ഒരു ആവേശമുണ്ട്. തിരിച്ചപ്പുറത്ത് ഒരു വിരക്തിയുമുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഈ 2 കാരണമായാലും പത്തനംതിട്ട ജില്ലയിൽ എല്ലാ അസംബ്ലി സെഗ്മെൻറ്റുകളിലും, ഇപ്പോൾ കഴിഞ്ഞ തവണ അടൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ ഞങ്ങൾ 3ാമതായിരുന്നു. ഇത്തവണ അവിടെ ഉൾപ്പെടെ മാറ്റം ഉണ്ടായി. പാർലമെൻറ്റിൽ സമ്പൂർണമായ ഒരു വിജയം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്.